അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. ശരിക്കും രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പാക്കേജും എടുത്തിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എന്തൊക്കെയാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് ഈ രാജസ്ഥാൻ നമ്മൾ രാജസ്ഥാനിൽ ഓരോ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അംബർ ഫോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അംബർ ഫോർട്ട് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ശരിക്കും അംബർ ഫോർട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അംബർ ഫോർട്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് എത്തണം. ടോപ്പിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു ജീപ്പ് നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ജീപ്പ് എടുത്തു. എനിക്കൊന്ന് ജീപ്പിൻ്റെ റേറ്റ് വരുന്നത് 500 സംതിങ് ബഗ്സ് അങ്ങനെ എന്തോ ആണ്. 500 രൂപയ്ക്ക് നമുക്ക് മുകളിലേക്ക് എത്താം. കുറച്ച് കയറാണ്ട് കേട്ടോ, നടന്നിട്ട് എന്തായാലും കയറാൻ പറ്റില്ല. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരും ഇതുപോലെ ജീപ്പിൽ, ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന ജീപ്പിലൊക്കെ ഇതുപോലെ അംബർ ഫോർട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് ജീപ്പ് മാർഗം വഴി മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അംബർ ഫോർട്ടിൽ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വഴിയുണ്ട്. ഇതാണ് ആ വഴി. ഈ ഇടുങ്ങിയ പാതയിൽ കൂടെ വേണം ഈ അംബർ ഫോർട്ടിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും അംബർ ഫോർട്ടിൻ്റെ മുകളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഗൈഡും കൂടി ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇതിൻ്റെ അറൗണ്ട് 360 ഡിഗ്രിയിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ വ്യൂ ആണ്. പക്ഷേ നമ്മൾ എത്തിയ സമയം ഇച്ചിരി ലേറ്റായി. അതായത് 10 മണിക്ക് ശേഷമാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. ഇതിനുള്ളിൽ സൺ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അങ്ങനെ നമ്മൾ അംബർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലല്ല, അതിന് തൊട്ട് താഴത്തെ ഒരു ഫ്ലോറിലാണുള്ളത്. ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ഇതാണ് സൺ ഗേറ്റ്. അതായത് തൊട്ട് മുകളിൽ നിങ്ങൾ സൂര്യനെ കാണുന്നില്ലേ? ഏതോ ഒരു സമയത്ത് ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കറക്റ്റായിട്ട് സൂര്യനെ കാണാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൺ ഗേറ്റ് ഇവരുടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഈ അംബർ ഫോർട്ടിൽ ഈ രാജാവ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കും. ഈ താഴെയാണ് ഈ കൊട്ടാരത്തിലെ ആൾക്കാരൊക്കെ ഉണ്ടാവുക. അതായത് കൊട്ടാരത്തിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുക. ഇവിടെ നിന്നൊക്കെയാണ് ഇതുപോലുള്ള വിളംബരങ്ങളും മറ്റുമൊക്കെ ഇവരിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ രണ്ടാമത്തെ ആളാണ്. മറ്റേ ആളിപ്പോൾ പോയി. പുള്ളിക്കാരൻ എന്തോ അത്യാവശ്യമായിട്ട് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പോയി. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഇദ്ദേഹമാണ്. അതായത് ഈ ഒരു ഗേറ്റിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ സെലിബ്രേഷനും നടക്കുന്നത്. അതാണ് ഈ പുള്ളിക്കാരൻ ഇത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതായത് ഇവിടെ എന്തൊക്കെ പ്രധാനപ്പെട്ട പരിപാടികളുണ്ടോ, അപ്പോൾ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഒരു ഗേറ്റിൽ വെച്ചിട്ടാണ്. ഇവിടെയാണ് രാജാവ് ഉണ്ടാവുന്നത്. ആ ഒരു ഗേറ്റാണിത്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഇതിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നില്ല നമുക്കിത് 2-3 മണിക്കൂർ കൊണ്ടൊക്കെ കണ്ടു തീർക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഉള്ളിൽ വരുന്നത്. എന്തായാലും നമുക്ക് കയറി കണ്ടു നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ അംബർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത്.
ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇതിന് ചുറ്റുമുള്ള നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ മീന ലൈക്ക് ടൗൺ, മീന എന്ന് പറയുമ്പോൾ ടൗൺ എന്നാണ്. ആ ടൗൺ മൊത്തം ഈ 360 ഡിഗ്രിയിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ ടൗണും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അംബർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്, സൂര്യനെ കാണുന്നില്ല, അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനുണ്ട്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ ഇവിടെ ഫോട്ടോഷൂട്ടിനും അതുപോലെ പല കാര്യങ്ങൾക്കായിട്ട് ഈ വെഡ്ഡിങ്ങിൻ്റെ പ്രീ വെഡ്ഡിങ്ങിൻ്റെയും പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെയും ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഫോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെപ്പോലെ കാണാൻ വന്നിട്ടുള്ള കുറേ മലയാളീസ് ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മാത്രമല്ല ഫോറിൻസും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇത് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മൊത്തമായിട്ട് വേണമെന്നാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് കേട്ടോ. ശരിക്കും അന്തപ്പുരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച പോലെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഏത് വഴി പുറത്തിറങ്ങണം, ഏതൊക്കെ വഴിയിൽ അകത്തേക്ക് കയറണം, ഇനിയിപ്പോൾ ഏതെങ്കിലും വഴിയിൽ പെട്ടുപോയാൽ പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും വലിയ വഴികളാണ്, ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ വഴികളാണ്. മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ പല രീതിയിലാണ് കൊത്തുപണികൾ നടത്തിയിട്ടുള്ളത്. ഇതിന് എത്ര കാശാവും എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതിനാണ് ഇത് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ അന്നത്തെ കാലത്തുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ തന്നെ രീതിയിലാണ്. ഇപ്പോഴായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവങ്ങളും അല്ല അന്നുണ്ടായിരുന്നത്. ആ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് പഴയ രീതിയിൽ രാജാക്കന്മാർ എന്തൊക്കെയാണ് ആ സമയത്ത് അതൊക്കെയാണ് ഇപ്പോൾ ഇവർ കാണിച്ചു തന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ശരിക്കും ഇതിലെത്രത്തോളം നമുക്കിതിൽ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അംബർ ഫോർട്ടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണിത്. എനിക്ക് തോന്നുന്നു ഇത് കിഴക്ക് വശമാണെന്ന്. കാരണം സൂര്യൻ ഉദിച്ച് ഏകദേശം മുകളിൽ പൊങ്ങി, അപ്പോൾ ഇതൊരു കിഴക്ക് വശം തന്നെയാണ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം തന്നെയാണ്. നല്ല രസമുള്ളൊരു ഭാഗമാണിത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളത്. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഭാഗത്ത് നല്ല ചൂടായിരുന്നു. പക്ഷേ ഇവിടെ അത്ര വലിയ റഷൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ മഹൽ പോലുള്ള ഈ സ്ഥലത്ത് ഇരിക്കാൻ നല്ല തണുപ്പാണ്. അതിൻ്റെ ഫ്ലോറൊക്കെ അത് എന്താണ് മെറ്റീരിയൽ എന്നറിയില്ല, കടപ്പയല്ല, ടൈലല്ല, മാർബിളാന്ന് തോന്നുന്നു. നല്ല വില കൂടിയ മാർബിൾ കൊണ്ടാണ് ശരിക്കും ഇത് പണിതിട്ടുള്ളത്.
നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല തിരക്കായി ഹംബർ ഫോർട്ടിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് ഹവ മഹലിലേക്കാണ്. മാത്രമല്ല വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, ഇത്ര വണ്ടി ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടതല്ലേ. പക്ഷേ ഇപ്പോൾ പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റഷായത് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നല്ല ബ്ലോക്കും ആയിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഹവ മഹലിലേക്കാണ്. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. തിരിച്ചല്ല, നമ്മൾ ആദ്യം വന്നത് ഏത് ജീപ്പിനാണോ അതേ വണ്ടിക്ക് തന്നെയാണ് തിരിച്ച് നമ്മൾ പോവുകയും ചെയ്യേണ്ടത്. ഇവിടുന്ന് ഹവ മഹലിലേക്ക് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഓട്ടം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബ്ലോക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും 1.5 മണിക്കൂർ എന്തായാലും ആവും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഹവ മഹലിലേക്ക് വെച്ച് കാണാം. ഭക്ഷണം കഴിച്ചിട്ടില്ല, പോകുന്ന വഴിക്ക് ഭക്ഷണവും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നേരെ ഹവ മഹലിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പോയ ഹംബർ ഫോർട്ടിൽ അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ സിറ്റിസണിന് 125, ഇന്ത്യൻ സ്റ്റുഡൻസിന് വെറും 22, ദെൻ ഫോറിൻസിന് 522 എന്നുള്ളൊരു ടിക്കറ്റ് നിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹവ മഹലിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് നമുക്ക് കയറാം. പക്ഷേ ഇവിടെയും ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കയറിയാൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ചെറിയ വഴികളിലൂടെ നമ്മളിങ്ങനെ നടന്ന് കാഴ്ചകൾ കാണേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഈ രാജസ്ഥാനിലെ തനത് ട്രഡീഷണൽ വേഷമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത് ടിക്കറ്റ് അല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു പാസ്സാണിത്. അതായത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് കാണിക്കാനുള്ളൊരു പാസ് മാത്രമായത്, ഇത് ടിക്കറ്റ് അല്ല. അപ്പോൾ നമ്മൾ നേരെ ആ പാസ് എടുത്തിട്ട് ഹവ മഹലിലേക്ക് കയറി. മിക്ക ഹിന്ദി ഫിലിംസിലും പണ്ടത്തെ ഹിന്ദി ഫിലിംസിൽ, ഇപ്പോഴത്തെ ഉണ്ടാവില്ല, പണ്ടത്തെ ഒട്ടുമിക്ക ബോളിവുഡിലെ ഫിലിംസിലും ലൈക്ക് ഇത് ഹവ മഹലിൻ്റെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ എങ്ങനെയാണോ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ ഹവ മഹൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ശരിക്കും ഇപ്പോഴും ഹവ മഹലിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒന്നും പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഉള്ളതെങ്ങനെയാണോ അതുപോലെ തന്നെ നിലനിർത്തിയത്. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ രാജസ്ഥാനിൽ നിന്ന് നേരെ ബസ്സിൽ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ഗൈസ്.